സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ദില്ലിയിലെ കാഴ്ച പുനരാരംഭിക്കുകയാണ്. ഞാനിപ്പോൾ സാധാരണക്കാരൻ്റെ വാഹനമാണ്, ഓട്ടോയിലാണ്. ഓട്ടോയിൽ നമ്മൾ ഇന്നത്തെ ഷൂട്ടിംഗ്, അതായത് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള ഒരു യാത്രയാണ്. ഇത് നല്ല രസമുണ്ട്. രണ്ട് സൈഡ് നല്ല ബാരിക്കേഡുകളൊക്കെ വെച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓട്ടോ ചേട്ടൻ വൺ വേ ഒക്കെ കയറിയാണ് പോകുന്നത്. നമ്മുടെ ഇന്നത്തെ യാത്ര ജൻപത് മാർക്കറ്റിലേക്കാണ്. ജൻപത് മാർക്കറ്റ് പലതരത്തിലുള്ള കമ്മലുകളാണ് ഈ തൂക്കിയിട്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. നല്ല രസമുണ്ട്. ഒറിജിനലായിട്ടുള്ള പൂവാന്ന് തോന്നുന്നു നമുക്ക് കാണുമ്പോഴേ. നാം ക്യാ? जनपद मार्केट. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മാർക്കറ്റിലോട്ട് വന്ന് കയറുമ്പോഴുള്ള കാഴ്ചയാണ് ഫ്രണ്ട്സ്. ആ സൈഡിൽ തന്നെ വെച്ചിരിക്കുകയാണ്. കൊള്ളാം, മറ്റേ തടിയിൽ തീർത്താൻ തോന്നുന്നു ഡിസൈനൊക്കെ. മാർക്കറ്റിലോട്ട് കയറുന്ന എൻട്രിയാണ്. ഇവിടെ മറ്റേ DFB ഒക്കെ വെച്ചിട്ടുണ്ട്. കയറി ചെല്ലുന്ന കാണുന്നത് വെച്ച് കുറേ ലേഡീസിൻ്റെ ഷോപ്പുകളാണ്. അവിടെ ടോപ്പുകളും പാൻറ്റുകളും ഒക്കെയാണ്. അടുത്തടുത്തടുത്ത് ഷോപ്പുകളാണ് ഫ്രണ്ട്സ്. ഇതൊരു വാച്ച്, ക്ലോക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ. അപ്പുറം ഇപ്പുറം എല്ലാം രണ്ടും ഒരേപോലെയാണ്. കച്ചവടമൊക്കെ ഇരിപ്പുണ്ട് പുള്ളി. ഈ കാണുന്നത് മറ്റേ ലേഡീസിന്റെ സ്പെഷ്യൽ ഷോപ്പാണ് തോന്നുന്നു. ഇവിടെ മറ്റേ വളയും മാലയൊക്കെയാണ്. അടുത്ത രണ്ട് ഷോപ്പിലും അതൊക്കെ തന്നെ. പിന്നെ ഇതന്നെ തുണിക്കടകളാണ് ഫ്രണ്ട്സിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ. ഭയങ്കര തിരക്കാണ്, നല്ല രീതിയിൽ ആൾക്കാരുണ്ട് മാർക്കറ്റിനകത്ത്. ഇത് ജൻപത്ത് പഴയ മാർക്കറ്റാണ്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ പേരാണ് ജൻപത്ത് പഴയ മാർക്കറ്റ്. ഇത് രണ്ട് മാർക്കറ്റാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത്. ഞാൻ ആദ്യം ഇവിടുന്ന് അങ്ങേറ്റം വരെ ഒന്ന് കണ്ടു തീർക്കാന്ന് വെച്ച്, എന്നിട്ട് നമുക്ക് സാധനങ്ങളുടെ വിലയൊക്കെ തിരക്കാം. അതൊക്കെ നടക്കാം അങ്ങേറ്റം വരെ. ലേഡീസിൻ്റെ ഇത് മറ്റേ സെൻട്രലായിട്ട് കുഞ്ഞ് തട്ട് പോലെ ഇട്ടിരിക്കുന്ന ആൾക്കാരാണ് അവർ. ടോപ്പ് അത്യാവശ്യം നല്ല ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. ഇതൊരു ക്രാഫ്റ്റാണ്. മറ്റേ നമ്മൾ വീട്ടിലൊക്കെ മറ്റേ തൂക്കിടാനിട്ടില്ലേ. എനിക്കത് കണ്ട് ഡിസൈൻ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്തോട്ട് കൊണ്ടുവച്ചാൽ കുറച്ച് നേരത്തേക്ക്. നല്ല തിരക്കാണ് ഫ്രണ്ട്സ്. അതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എഴഞ്ഞ് കളിക്കുന്നത് കേട്ടോ. ഇത് നല്ല രസമുണ്ട് ഫ്രണ്ട്സ്. മറ്റേ പിക്ചറൊക്കെ പുള്ളി എടുക്കാൻ വരുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തുവാ പുള്ളി പറയുന്നത്? ഇതിൻ്റെ ഒരു ആശയമുള്ളതാണ്. വീട്ടുകാരൊക്കെ ഐശ്വര്യം വരുന്നതൊക്കെ പറഞ്ഞ് പറ്റിക്കുക. പക്ഷെ കൊള്ളാം, ഡിസൈനൊക്കെ കാണാൻ നല്ല രസമുണ്ട്. എല്ലാം പലതരത്തിലുള്ള ഭഗവാന്റെ ആരാധന ഒക്കെ രീതിയിലുള്ള സാധനങ്ങളൊക്കെ. അടുത്ത ചെരുപ്പാണ്. ചെരുപ്പിൻ്റെ കളക്ഷനൊക്കെ ഒരു രക്ഷയില്ല ഫ്രണ്ട്സ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ തോന്നുന്നു. എന്ത് വാങ്ങിക്കാനുള്ള കൺഫ്യൂഷൻ എപ്പോഴും അവസാനം നമുക്ക്. ഞാൻ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ കണ്ടു തരുമ്പോഴത്തേക്ക് എന്തുമായി തീരുവാവും നോക്കാം. നമ്മളെ എൻട്രി കണ്ടില്ല, അതേപോലത്തെ തന്നെ ക്രാഫ്റ്റാണ് ഇത്. തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റേ ബുദ്ധന്, വിഷ്ണുദേവന്റെ അനുശയനമൊക്കെ ഉണ്ട് കേട്ടോ. ആന കൊള്ളാം. നല്ല പലതരത്തിലുള്ള ഡിസൈനുകളുണ്ട്. കഴിവുകൾ സമ്മതിക്കണം ഇതൊക്കെ ഉണ്ടാക്കാൻ. അതിൽ തടി കുത്തിയെടുക്കുന്നു. ഇത് ലേഡീസിൻ്റെ ഐറ്റമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ലേഡീസിൻ്റെ ഐറ്റമാണ് ഉള്ളത്. മറ്റേ ഹാൻഡ് ബാഗ്, ബാഗ്സ്, തുണികൾ, അവരുടെ മറ്റേ കമ്മല്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. മറ്റേ ക്ലിപ്പ് ഐറ്റംസ് ഒക്കെയാണ് ലേഡീസിൻ്റെ. മാർക്കറ്റ് ഇത്ര ക്ലൗഡ് ആയതുകൊണ്ട് ഒട്ടും വൃത്തിയില്ല ഫ്രണ്ട്സ്. അങ്ങോട്ട് കാര്യം സ്ഥലം കുറവാണ്. ആൾക്കാർ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നതനുസരിച്ച് നമ്മുടെ ഇവിടെ എല്ലാം ചപ്പചവറുകളൊക്കെ വാരിയിട്ടേക്കുവാണ് മൊത്തത്തിൽ. എനിക്കിവിടെ വലുതായിട്ടങ്ങ് ആരും വില പേശുന്നില്ല കേട്ടോ ഒന്നിനും. നമ്മുടെ നാട്ടിൻ്റെ കൂട്ട് വില പേശി ആരും വാങ്ങിക്കാൻ തന്നെ. ഒരു കടച്ചവടക്കാരൻ എന്ത് വില പറയുന്നു അതിന് ഏകദേശം എല്ലാവരും അതിന് സമ്മതിച്ച സാധനം വാങ്ങിക്കുകയാണ്. അത്യാവശ്യം പരന്ന വിലക്കുള്ള സാധനം ഉണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന വെച്ച് ലേഡീസിന്റെ കമ്മലാണ്. എന്തൊരു വലിയ കമ്മലൊക്കെ നോക്കി. പലതരത്തിലുള്ള മാലയും ചെയിനും കമ്മലും ഒക്കെയാണ്. വെള്ളിയുടെ തന്നെ വളയൊക്കെ ഉണ്ട്. ഇത് വാച്ചുകളാണ്. വാച്ചിന്റെ ഭയങ്കര കളക്ഷനാണ്. കുഞ്ഞുങ്ങളുടെയും വലിയവരുടെ എല്ലാം.
പുള്ളിക്കാരുടെ മാർക്കറ്റിന്റെ പേരും ചോദിക്കാം നമുക്ക്. भैया ये मार्केट का नाम क्या है? का नाम क्या है? जनपद मार्केट. ഇത് മൊബൈലിന്റെ ബാക്ക് കവർ. ആപ്പിൾ തൊട്ട് എല്ലാ ഫോണിൻ്റെ ഉണ്ട്. റേറ്റ് 250 തൊട്ടാന്ന് പറയുന്നത് കേട്ടോ. കച്ചവടം നല്ല ക്യാൻവാസിങ്. ആൾക്കാരെ വിളിച്ച് കടയിൽ കയറ്റാൻ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അവർ. ഇത് മറ്റേ ലേഡീസിൻ്റെ ഷാളാണ് കേട്ടോ. അപ്പോൾ 2 എണ്ണം 100 രൂപ ആ റേറ്റിലാണ് കൊടുക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ ഓവർ ക്വാളിറ്റി കൊണ്ട് നോക്കാം. 100 രൂപയുടെ സാധനമല്ല, അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി അതിനുണ്ട്. വാച്ച് കളക്ഷനാണ് പോയി. പുള്ളിയുടെ ഒരു വാച്ച് വാങ്ങിക്കാൻ വെച്ചു മോനോടെ. പുള്ളി പക്ഷെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഞാൻ വാങ്ങിച്ച് ഞെട്ടിപ്പോയി. പുള്ളി അതിനകത്ത് ടൈം സെറ്റ് ചെയ്യുന്നുണ്ട്. ഉള്ള അത്യാവശ്യം നല്ല കാണാൻ രസമുള്ള വാച്ചുകളൊക്കെയാണ്. പിന്നെ ഇതൊക്കെ കപ്പാസിറ്റി എന്തോ നമുക്കറിയത്തില്ല. ആയുസ്. ഇതൊരു പുതിയ ഡിസൈനാണ് പുള്ളി എന്നെ കാണിച്ചാണ്. മറ്റേ സ്പിന്നറും മേളിൽ ലൈറ്റും ഓപ്പണും. കുഞ്ഞുങ്ങൾക്ക് കാണുമ്പോൾ സന്തോഷമുള്ള രീതിയിലുള്ള വാച്ചാണിത്. കാണാൻ നല്ല സ്റ്റൈലുണ്ട്. ഞാനതിൽ തുറന്നു എടുക്കാന്ന് വെച്ചു. കാരണം മോന് വീട്ടിൽ 2 വയസ്സുള്ള കുഞ്ഞ്, അപ്പം അവൻ ഒരെണ്ണം എടുക്കാന്ന് വെച്ചു. പുള്ളി ടൈം സെറ്റ് ചെയ്യണോ ചോദിച്ചാൽ മാത്രമേ എനിക്കത് തുറന്നു നോക്കണം. ആ ഫോണിലൊന്നും നോക്കി എന്ത് ഞെക്കാൻ നേരത്ത് കിടക്ക് പറഞ്ഞ് ഞെക്ക് മാത്രമേ കണ്ടുള്ളൂ. 2-3 മിനിറ്റ് ഞെക്കിയിട്ട് എന്നെ കാണിച്ചപ്പോൾ ടൈം ശരിയായി. അല്ലേ 3:28 29 ആക്കി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാറ്ററി ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. സ്പിന്നറിൻ്റെ അകത്തെയും താഴെ ഷെൽ 2 മാറാൻ പറ്റില്ല. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ കണ്ടതിൽ ഏറ്റവും കൂടുതൽ കട ഇതിൻ്റെയാണ്. ലേഡീസിന്റെ ബാഗ് 250 രൂപയുള്ളൊരു പീസിന്. കൊള്ളാം കേട്ടോ. ഡിസൈനൊക്കെ സെറ്റപ്പാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ വെറൈറ്റി ഡിസൈനുണ്ട് ഇതിൻ്റെ അകത്ത്. അതേപോലെ തന്നെ ഈ ചെരുപ്പ് കളക്ഷൻ. നമ്മൾ കണ്ട മറ്റേ ഹാൻഡ് ക്രാഫ്റ്റ് മറ്റേ തടിക്കകത്ത് തന്നെ റേറ്റ് മാത്രം ചോദിച്ചിട്ട് പറയുന്നില്ല. അതാണ് ഇപ്പൊ പുള്ളി ചോദിക്കുന്നത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ല, ആരെങ്കിലും വരുവാന്ന് അറിയാലോ, അതിന് വേണ്ടിയിട്ടാണ്. മറ്റേ പിത്തളെ തീർത്ത രൂപങ്ങള്. തനി പിത്തളാന്ന് വരത്തില്ല കേട്ടോ. കാരണം ഇത് 400 രൂപ. അതിന് പുറകെ ഇരിക്കുന്നതിന് റേറ്റ് ഇപ്പോൾ വേറെ എന്നാ പറയുന്നത്. 2 റേറ്റിന്റെ ഐറ്റംസാണ്. ഫ്രണ്ട്സ് കണ്ടാലും തീരത്തില്ല ഫ്രണ്ട്സ്. അത്രയും കടകളുണ്ട്. അങ്ങ് 2 സൈഡിലായിട്ട് ശരിക്കും കടകളുണ്ട്. വരുന്നവർക്ക് എന്തായാലും ഒരു ഇതായി പോകും. എങ്ങനെ എവിടുന്ന് വാങ്ങിക്കണം എന്നുള്ളൊരു ഭ്രാന്തായി പോകും. ഞാൻ പിന്നെ ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ട് എനിക്ക് ഒന്നും വാങ്ങിക്കാനില്ല. എന്നാലും എന്തെങ്കിലും കാണുമ്പോൾ വാങ്ങിക്കാൻ ഒരു മനസ്സിന് നമുക്കും ആഗ്രഹം തോന്നുന്നുണ്ട്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിലുണ്ട്. നമുക്ക് വെളിയിൽ കിട്ടുന്ന തരത്തിലുള്ള എല്ലാ സാധനങ്ങളും. ഈ ചെരുപ്പിനൊക്കെ 200 രൂപ മതി. 200 രൂപ. ഇത് ഫ്രണ്ട്സ് ഞാൻ ഇത് പിന്നെ ഇടയ്ക്ക് കണ്ടൊരു കച്ചവടമാണ്. പുള്ളി മറ്റേ പേരയ്ക്ക സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മസാല ഇട്ട് കൊടുക്കുന്നത്. കൊള്ളാം. ആ ഒരു പ്ലേറ്റിന് മസാല ഇട്ട് പേരയ്ക്ക കീറി കൊടുക്കുന്നു.
50 രൂപയാണ് വാങ്ങിക്കുന്നത്, 50 രൂപ. എന്തായാലും ഒരു പ്ലേറ്റ് ഞാനും വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചു. കൊള്ളാം കേട്ടോ, ടേസ്റ്റ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, പോയി കടയിലെ ചേട്ടന് അതൊരു പരസ്യമാക്കാന്ന് വെച്ചു കേട്ടോ. ഉരുളിയനെ ടോപ്പൊക്കെ നിവർത്തി വിളിച്ചിട്ട് എന്നോട് ഷൂട്ട് ചെയ്യാൻ പറയുക. റേറ്റൊക്കെ ചോദിക്കുന്നത് 750 പറയുന്നത്. മാർക്കറ്റിൽ അത്യാവശ്യം കച്ചവടക്കാർ നല്ല സഹകരണമുള്ള ആൾക്കാരാട്ടോ. അവരോട് സഹകരിക്കാൻ നല്ല സംസാരത്തിൽ സഹകരണ മനോഭാവമുള്ള ആൾക്കാരെന്ന് തോന്നുന്നു. ഇത് ലേഡീസിൻ്റെ ചെരുപ്പ് കളക്ഷൻ, പല ഡിസൈനിലുള്ള ചെരുപ്പുകളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ് ഇത്. ഞാൻ ആദ്യം വിചാരിച്ചു ഒറിജിനൽ പോവാ, ഞാൻ തൊട്ടൊക്കെ നോക്കി കേട്ടോ. പിന്നാണ് മനസ്സിലായ പ്ലാസ്റ്റിക്കാണ്. ഈ ക്യാമറ നിങ്ങൾക്ക് എത്രമാത്രം അതിൻ്റെ ഒരു കളറും അതിൻ്റെ ഒരു ഭംഗിയും അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്, നല്ല രസം. പുള്ളിക്കാരനാണ് ഈ കടയുടെ ഉടമസ്ഥ. ഒരു പീസിന് 250 രൂപയാണ്. ഒരു പീസായിട്ടാണ് വെച്ചത്. 2 പൂവും അതിൻ്റെ ഒരു ഇലയും ഒരു തണ്ടും, അതാണ് എൻ്റെ ഡിസൈൻ. ഫ്രണ്ട്സ്, ഇതിപ്പം ഞാൻ നിൽക്കുന്നത് ന്യൂ ജൻപത് മാർക്കറ്റാണ്. നമ്മൾ ഓൾഡ് ന്യൂ ആയ ഒരു എൽ ഷേപ്പിലാണ് ഈ മാർക്കറ്റ്. അതായത് അകത്തോട്ട് കുറേ കടകളുള്ളത് പഴയതാണ്. ഇതിപ്പോൾ റോഡിൻ്റെ സൈഡിൽ ഇപ്പോൾ തുടങ്ങിയതാണ് ഈ ന്യൂ മാർക്കറ്റ്. ഇതൊരു വെറൈറ്റി ഒന്നുകൊണ്ട് എടുത്ത കേട്ടോ. ഇത് ഒറിജിനൽ പൂവാണ്, ഒറിജിനൽ ചെടികളുമാണ്. ഈ പുള്ളി ഇതിൻ്റെ ഇതൊരു കടയ്ക്കകത്താണ് നമുക്ക് കാണുന്നത്. 4 സൈഡും ഗ്ലാസ് ഇട്ട് കവർ ചെയ്തൊരു കടയാണ്. എന്നിട്ട് നമ്മുടെ മണി പ്ലാന്റ് അങ്ങനത്തെ ചെടികളെല്ലാം ഉണ്ട് ഇതിനകത്ത് കേട്ടോ. ഈ കട AC ആണ്, AC. ഇത് 4 സൈഡും കവർ ചെയ്തിട്ട് AC ഇട്ടാണ് ഇതിനകത്തിരിക്കുന്നത്. പുള്ളി കട കൊണ്ട് ആയിരിക്കുന്ന പുള്ളി ഈ കടയ്ക്കകത്ത് AC ഇട്ടാണ് ഇരിക്കുന്നത്. ഫ്രണ്ട്സ്, എനിക്കിത് ഏറ്റവും ഭയങ്കരമായിട്ട് കണ്ണിന് ഭയങ്കരമായിട്ട് ഇത് അട്രാക്ട് ചെയ്ത സാധനമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ ഇതിൻ്റെ ക്യാമറയുടെ ഒരു ക്ലാരിറ്റി കൊണ്ട് എത്ര മാതിരിയുള്ള ഭംഗിയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല. പക്ഷേ ഡയറക്റ്റ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഫ്രണ്ട്സ്. പുള്ളിയുടെ റേറ്റ് ചോദിച്ചാൽ പുള്ളി 350 രൂപ എന്ന് പറഞ്ഞു. ഞാനത് പക്ഷെ അത് പുള്ളിയപ്പോൾ എന്നെ ഓൺലൈനിൽ കാണിച്ചു. ഓൺലൈനിൽ തന്നെ 700 സംതിങ് രൂപയാണ് കാണിക്കുന്നത്. ഞാൻ വില പേശി നോക്കി, 150 രൂപ 150 രൂപയൊക്കെ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് മാത്രം തരത്തില്ല, അതിനകത്ത് വേറെ ഒരു ഡിസൈൻ തരാമെന്ന് പറഞ്ഞു. വേണ്ടെന്ന് വെച്ചു. ഇത് ടോപ്പുകളുടെ കളക്ഷനാണ്. അപ്പോൾ ആ 2 ടോപ്പൊക്കെ 500. ഒരു ടോപ്പ് സെറ്റ് 250 രൂപയാണ് ഒരു സെറ്റ് ടോപ്പ്. 250 രൂപയുടെ പീസാണ് ഈ കാണിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ബെൽ ഐക്കൺ എനേബിൾ ആക്കി വെക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.